dear students, so in 15-minute a quick revision on the chapter Principles of Inheritance and Variation. One of the longest chapter in genetics. Let's get started. First of all, what is genetics? Study of inheritance and variation. എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറുക്ക് മുടിയാണ്, എനിക്ക് കുറുക്ക് മുടി കേളി ഹെയർ ആണ്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് പാസ് ഫ്രം പാരൻസ് ടു പ്രോജനി ഈസ് കോൾഡ് as ഇൻഹെറിറ്റൻസ്. ആൻഡ് വാട്ട് ഈസ് വേരിയേഷൻ? ദ ഡിഫറൻസ് ദാറ്റ് ദി ചൈൽഡ് എക്സിബിറ്റ് ഫ്രം ഇറ്റ്സ് പാരൻസ്, അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ അമ്മയെ പോലെ സെയിം അല്ല, എക്സാക്റ്റ് അല്ല ഞാനിരിക്കുന്നത്, വി ഷോ സം ഡിഫറൻസ്, ഇറ്റ് ഈസ് വേരിയേഷൻ. ആക്ച്വലി ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത സമയത്ത് തന്നെ ഇൻ ഇന്ത്യ വി ആക്ച്വലി ഡെവലപ്ഡ് സഹിവാൾ കൗ. പഞ്ചാബിലുള്ള വൺ ഓഫ് എ ഫേമസ് കൗ ആണ് ബൈ ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ. ദ റിയൽ ഐഡിയ ഓഫ് ജെനറ്റിക്സ് നമുക്ക് കൊണ്ടുതരുന്നത് ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ ജോഹാൻ ബെൻഡൽ. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെന്റ് 7 years ഫ്രം 56 to 63 നടത്തിയത് ഗാർഡൻ പി പിസം സറ്റൈവത്തിലാണ്. പിസം സറ്റൈവം ഈസി ടു ഗ്രോ, ലാർജ് നമ്പർ ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്. ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് അതിന് 7 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 7 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടേഴ്സിന് തന്നെ ഡിഫറെൻറ്റ് സ്വഭാവങ്ങൾ, കോൺട്രാസ്റ്റിംഗ് ട്രയറ്റ്സ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഹൈറ്റ് പറഞ്ഞാൽ യു വിൽ സീ എ ടോൾ പ്ലാന്റ്, എ ഡോഫ് പ്ലാന്റ്. സീഡിൻ്റെ കളർ നോക്കിയാൽ യു സീ യെല്ലോ സീഡ്സ്, യു സീ ഗ്രീൻ സീഡ്സ്. സോ അങ്ങനെയില്ല, 7 ക്യാരക്ടേഴ്സ്: സ്റ്റെം ഹൈറ്റ്, ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, പോട്ട് ഷേപ്പ്, പോട്ട് കളർ, സീഡ് ഷേപ്പ്, സീഡ് കളർ. അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ടാൾ, ഡോഫ്, വയലറ്റ്, വൈറ്റ്. ഇവിടെ എപ്പോഴും ടോൾ എന്ന് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഡോമിനൻറ്റ് ക്യാരക്ടർ, ഡോഫ് എന്ന് പറയുന്നതാണ് റിസസീവ്. അങ്ങനെ 2 കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് വീതം 7 ക്യാരക്ടേഴ്സിന് 14 ട്രൈറ്റുകൾ വെച്ചാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അത് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്നത് പോട്ട് കളറാണ് കേട്ടോ. പോട്ട് കളറിൽ ഗ്രീൻ ഡോമിനൻ്റ് ആണ്, സീഡ് യെല്ലോ യെല്ലോ ഡോമിനൻ്റ് ആണ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടി ഒരു എളുപ്പമാർഗ്ഗമുണ്ട്, പോട്ട് ജി എന്ന് പഠിക്കുക. പോട്ട് കളറിൽ ഗ്രീൻ ഡോമിനൻ്റ്, ദാറ്റ് മീൻസ് സീഡ് കളറിൽ ജസ്റ്റ് ദ ഓപ്പോസിറ്റ്, യെല്ലോ ഇസ് ദ ഡോമിനൻ്റ് ട്രൈറ്റ്. ഇനി നമ്മൾ ഈ ഒരു 7 ക്യാരക്ടറിലുള്ള ചെടികളെ എടുത്ത് അദ്ദേഹം എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്? അപ്പോൾ അദ്ദേഹം ചെയ്ത മോണോ ഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം ചെടികളെ സെലക്ട് ചെയ്യുന്നു. ആദ്യം അതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു. പറയാൻ എളുപ്പമാണ്, എന്നാൽ എങ്ങനെ ക്രോസ് പോളിനേറ്റ് ചെയ്യും, എങ്ങനെ സെൽഫ് പോളിനേറ്റ് ചെയ്യും? സോ ഫസ്റ്റ് സെലക്ഷൻ ഓഫ് ദി പീ പ്ലാന്റ്. ഈ സെലക്ഷൻ ഓഫ് പീ പ്ലാന്റിൽ നമ്മൾ എടുക്കുന്ന പീ പ്ലാന്റ്സ് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആയിരുന്നു. ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടോൾ ചെടിയാണ് എങ്കിൽ അത് ഓവർ ജനറേഷൻസ് ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കിയത് എല്ലാം തന്നെ ടോൾ ചെടിയാണ്, അതിൻ്റെ കുട്ടികളും ടോൾ ചെടിയാണ് നൽകുക. സോ ദാറ്റ് ഈസ് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി. ഇപ്പോൾ ഡോർഫ് ആണെങ്കിൽ ഓൾ ദ ചിൽഡ്രൻസ് വിൽ ബി ഡോർഫ്. അങ്ങനെയുള്ള ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസിനെയാണ് അദ്ദേഹം എടുത്തത്. എന്നിട്ട് അതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്യണം. ക്രോസ് പോളിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫീമെയിൽ ഫ്ലവർ ഒരു മെയിൽ ഫ്ലവറും എടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും പിസം സറ്റൈവത്തിൻ്റെ പ്രത്യേകത, അതിൽ മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫീമെയിൽ ഫ്ലവറായിട്ട് എടുത്ത് ചെടിയുടെ മെയിൽ പാർട്ട് ആൻതറിനെ റിമൂവ് ചെയ്യുന്നു, മാസ്കുലേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ബാഗ് ചെയ്ത് വെച്ചിരിക്കണം, സോ ആസ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് പോളൻ. എന്നിട്ട് മറ്റ് മെയിൽ ചെടിയിലെ പോളൻസിനെ എടുത്തുകൊണ്ട് വന്ന് ഇതിലിട്ട് റീബാഗ് ചെയ്യുന്നു. ക്രോസ് പോളിനേഷൻ നടന്നു. നൗ യു കളക്ട് ദ സീഡ്സ് ആൻഡ് യു ഗെറ്റ് ദ F1 ജനറേഷൻ പ്ലാന്റ്സ്. ഈ F1 ജനറേഷൻ പ്ലാന്റ്സിനെ ഇനി നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീൻസ് സെയിം ഫ്ലവറിലെ ആന്തറിൽ നിന്ന് പോളൻസിനെ പിസ്റ്റിലേക്ക് ഇട്ട് ബാഗ് ചെയ്യുന്നു. യു ഗെറ്റ് സീഡ്സ്, ദാറ്റ് ഇസ് സെൽഫ് പോളിനേഷൻ. അങ്ങനെ നമ്മൾ ക്രോസ് പോളിനേറ്റ് ചെയ്തു, സെൽഫ് പോളിനേറ്റ് ചെയ്തു, F2 ജനറേഷൻ കിട്ടി. അതിനെക്കുറിച്ച് പഠിക്കുന്നു. സോ അദ്ദേഹം ആദ്യം ചെയ്ത ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ സിംഗിൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ എടുക്കുന്നു, അതിൽ 2 ട്രൈറ്റിനെ ക്രോസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ക്യാരക്ടർ ഞാൻ ടോൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 ട്രൈറ്റിനെ, ഒരു ക്യാരക്ടർ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിലെ 2 ക്യാരക്ടേഴ്സിനെ, ടോളിനെയും ഡോർഫിനെയും ഞാൻ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും എനിക്കത് കിട്ടുക? ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി കാണിക്കുകയാണ്, വിച്ച് ഇസ് ബെറ്റർ അല്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? അദ്ദേഹം മോണോ ഹൈബ്രിഡിൽ ഒരു ടോൾ പ്ലാന്റിനെ എടുക്കുന്നു, ഒരു ഡോർഫ് പ്ലാന്റുമായി ക്രോസ് ചെയ്യുന്നു. And you get all plants as capital T small t. ഇതിനെ കാണാൻ ടോൾ ആയിരിക്കും. അപ്പോൾ കാണുന്ന ഫീച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫീനോടൈപ്പ് എന്ന് വിളിക്കുക. ആൻഡ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഇറ്റ് ഇസ് ജീനോടൈപ്പ്. അപ്പം ശരിക്കും നോക്കിയതാ, ഇതും ടോളാണ്, ഇതും ടോളാണ് അല്ലേ? ഫിനോട്ടിഫിക്കലി ടോളാണ്, ബട്ട് ദിസ് ജീനോടൈപ്പ് ഇസ് ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ആണ്. 2 അലീൽസും സെയിം ആണ്, വേർ ദിസ് ഇസ് ഹെട്രോസൈഗസ്. ഇനി ഈ കിട്ടിയ F1 പ്ലാന്റിനെ ഞാൻ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ ഞാൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് തന്നെ ക്രോസ് ചെയ്യുന്നു.
You get tall and dwarf plant. ഇവിടെ നമുക്ക് 3 tall പ്ലാന്റിനെ കിട്ടി, ഒരു ഡോർഫ് പ്ലാന്റിനെ കിട്ടി. സോ ഫിനോട്ടിഫിക് റേഷ്യോ 3:1. എന്നാൽ ജിനോട്ടിഫിക് റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ ക്യാപിറ്റൽ ടി ഒരെണ്ണം, ഹൈബ്രിഡ് 2 എണ്ണം, സ്മോൾ ടി ഒരെണ്ണം. So 1:2:1 ratio. And this is actually his monohybrid cross. അങ്ങനെ മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്ത് ഏത് ക്യാരക്ടർ എടുത്തും ക്രോസ് ചെയ്യാൻ പറ്റും. സോ ഫ്രം വിച്ച് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ട്. ഈ 3 ഏരിയയിൽ നിന്ന് ജസ്റ്റ് ചെക്ക് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഡു ദ ആൻസർ. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഫ്രം ദ മോണോഹൈബ്രിഡ് ക്രോസ്. ഇനി നമ്മൾ നേരെ പോകുന്നു ടു ടെസ്റ്റ് ക്രോസ്. എന്തിനാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്? ടെസ്റ്റ് ചെയ്യാൻ. എന്ത് ടെസ്റ്റ് ചെയ്യാൻ? നിങ്ങൾക്കൊരു ടോൾ ചെടിയെ തന്നു. ഒരു ടോൾ ചെടി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇറ്റ് ക്യാൻ ബി ഏത് ക്യാപിറ്റൽ ടി ഓർ ഇറ്റ് ക്യാൻ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി. പക്ഷെ ഏതാണെന്ന് അറിയില്ല. വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ക്രോസ് ഇറ്റ് വിത്ത് എ ഡോർഫ് പ്ലാന്റ്. ഒരു ഡോർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുക. ഇതിപ്പോൾ ഹോമോസൈഗസ് ആയിരുന്നെങ്കിൽ ഓൾ പ്ലാന്റ് ഹാസ് ടു ബി ടോൾ. പക്ഷെ അതൊരു ഹൈബ്രിഡ് ആയിരുന്നെങ്കിൽ ഹാഫ് ഓഫ് ദ പ്ലാന്റ്സ് ടോൾ ആയിരിക്കും, ഹാഫ് ഓഫ് ദ പ്ലാന്റ്സ് ഡോർഫ് ആയിരിക്കും. 1:1 റേഷ്യോ ആണ് മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിൻ്റെ റേഷ്യോ, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ടോൾ പ്ലാന്റ് തന്നാൽ അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്നറിയാൻ നമ്മൾ അതിനെ ഡോർഫുമായി ക്രോസ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ടെസ്റ്റ് ക്രോസ്. ഇനി ഇതിൽ നിന്ന് നമ്മുടെ മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്ന് 2 ലോസ് ആണ് ശരിക്കും മെൻഡൽ കൊണ്ടുവന്നത്. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് F1 ജനറേഷനിൽ നമ്മൾ കാണുന്ന ടോൾ ചെടി ഒരു ഹെട്രോസൈഗസ് ചെടിയാണ്. എന്നിട്ട് അത് ടോൾ കാണിക്കുന്നു, സ്മോൾ ആയിട്ടുള്ള സ്മോൾ ടി കാണിക്കുന്നില്ല, ഡോർഫ് ക്യാരക്ടർ കാണിക്കുന്നില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ആവും അതിനെ ഡോമിനൻറ്റ് ക്യാരക്ടർ എന്നും, ഒരു ക്യാരക്ടർ സപ്രസ് ആവും അതിനെ റിസസീവ് ക്യാരക്ടർ എന്നും വിളിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ലോ ഓഫ് സെഗ്രിഗേഷൻ അദ്ദേഹം പറഞ്ഞത് നമുക്കറിയാം, ഫാക്ടർ എന്ന് പറയുന്ന ജീൻ എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് അലീലായിട്ടാണ് വരുന്നത്. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് you have a plant tall like this, ഒരു പെയർ ഓഫ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട്. ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ എന്ത് ചെയ്യും? ഇത് സെപ്പറേറ്റ് ചെയ്യും. 50% ഗാമേറ്റ്സിൽ ക്യാപിറ്റൽ ടി ആയിരിക്കും, 50% സ്മോൾ ടി ആയിരിക്കും. സോ ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ എന്ത് സംഭവിക്കുന്നുണ്ട്? ദർ ഇസ് സെഗ്രിഗേഷൻ ഹാപ്പനിങ് ഓവർ ഹിയർ. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ്റെ ഒരു പ്രത്യേകത, അതിനെ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗാമേറ്റ്സ് എന്നും വിളിക്കും, വിച്ച് ഈസ് യൂണിവേഴ്സൽ ലോ. ഇറ്റ് അപ്ലൈസ് ടു എവറി ഓർഗാനിസം. ഇനി ഇത് കഴിഞ്ഞേച്ചതാ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് ക്രോസിൽ ചെയ്ത് നോക്കാൻ പോവുകയാണ്. സോ ഡു ഇറ്റ് ആൻഡ് ഗിവ് ദി ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ. നൗ മൂവ് ഓൺ. ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ആദ്യം അദ്ദേഹം എന്താ ചെയ്തത്? ഒരു ക്യാരക്ടർ അതിൻ്റെ 2 ട്രൈറ്റിനെ ക്രോസ് ചെയ്തു. ഇനി അദ്ദേഹം 2 ക്യാരക്ടർ അതിൽ 4 ട്രൈറ്റിനെ ക്രോസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ടേക്ക് ഹൈറ്റ് ഒരു ക്യാരക്ടർ, ഫ്ലവർ കളർ ഒരു ക്യാരക്ടർ, 2 ക്യാരക്ടർ എടുക്കാം. എന്നിട്ട് ടോൾ വയലറ്റ് ആയിട്ടുള്ള ഒരു ചെടീനെ ഡോർഫ് വൈറ്റ് ആയ ഒരു ചെടിയുമായിട്ട് ക്രോസ് ചെയ്യാം. സോ അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് കിട്ടുന്ന ഫിനോട്ടിഫിക് റേഷ്യോ ആണ് 9:3:3:1, വേർ 9 എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തത് ഫ്ലവർ കളർ ഹൈറ്റ് ആണെങ്കിൽ ടോൾ വയലറ്റ് ചെടികൾ 9 എണ്ണം. അപ്പോൾ 1 എന്താണ്? വൈറ്റ് ഡോർഫ് ചെടികൾ 1 എണ്ണം. അപ്പോൾ ഇത് രണ്ടും പാരൻ്റലാണ്, 10/16 പാരൻ്റലാണ്. എന്നാൽ ഈ 3 കാണിക്കുന്ന റീകോമിനൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് ടോൾ വൈറ്റ് ആവാം അല്ലെങ്കിൽ ഡോർഫ് വയലറ്റ് ആവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് റീകോമിനൻസ്. എന്നാൽ ഇവിടെ കിട്ടുന്ന ജിനോട്ടിഫിക് റേഷ്യോ ആണ് 1:2:1:2:4:2:1:2:1, വേർ 4 എന്ന് പറയുന്നത് ഡൈഹൈബ്രിഡ്. ഫോർ എക്സാമ്പിൾ ടോൾ വയലറ്റ് ആണ് ഞാൻ എടുത്തതെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ വി സ്മോൾ വി, ഡൈഹൈബ്രിഡ്. ഈ 2 കൊടുത്തിരിക്കുന്നതെല്ലാം മോണോ ഹൈബ്രിഡുകളാണ്. മോണോ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രം ഹൈബ്രിഡ്. ഫോർ എക്സാമ്പിൾ ടോളിനെ ഹൈബ്രിഡ് വെക്കുന്നു, അല്ലെങ്കിൽ ഫ്ലവർ കളറിനെ ഹൈബ്രിഡ് വെക്കുന്നു. 4 സ്മോൾ ടി, 4 2 കൊടുത്തിരിക്കുന്നത് ഈ മോണോ ഹൈബ്രിഡുകളാണ്. 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന നോൺ ഹൈബ്രിഡ്സ്, ഒരു ഹൈബ്രിഡും അല്ലാത്തതാണ് 1 എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വി
അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ വി അല്ലെങ്കിൽ സ്മോൾ ടി ക്യാപിറ്റൽ വി അല്ലെങ്കിൽ സ്മോൾ ടി സ്മോൾ വി. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ വെച്ചും എന്താണ് ഫിനോട്ടിഫിക് റേഷ്യോ എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ജനറലായി തന്നിരിക്കുന്നത് റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീനിന് പകരം മറ്റൊന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്ന ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. 2 പെയർ ഓഫ് അലീൽസ് കമ്പൈൻഡ് ആകുമ്പോൾ ഒരു പെയർ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് മറ്റൊന്നിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ പണ്ട് 2 കൂട്ടുകാരുണ്ടായിരുന്നുവെങ്കിൽ ഒരു കൂട്ടുകാർ വാഷ്റൂമിൽ പോകുന്നത് മറ്റാളെയും കൂട്ടിയിട്ടല്ല, ദേ ക്യാൻ ഗോ ഇൻഡിപെൻഡൻ്റ്ലി എന്നാണ് ഇവിടെ പറയുന്നത്. Now you can do this question from dihybrid cross, question number 4, and let's move on. ഇനി നമ്മൾ പറയുന്നത് മെൻഡേലിയൻ ഡീവിയേഷൻസ് ആണ്. 4 മേജർ മെൻഡേലിയൻ ഡീവിയേഷൻസ്, 5 മേജർ മെൻഡേലിയൻ ഡീവിയേഷൻ: ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലിസം, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലിയോട്രോഫി. എന്ന് പറഞ്ഞാൽ മെൻഡൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസം. ആദ്യം വരുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. സാധാരണ ഒരു ഡോമിനൻറ്റും റിസസീവും ക്യാരക്ടർ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ കിട്ടില്ല. പക്ഷെ ആൻഥീനിയം മേജസിൽ അല്ലെങ്കിൽ മിറാബിലിസ് ജെലാപ്പയിൽ റെഡും വൈറ്റും ഫ്ലവർ ക്രോസ് ചെയ്താൽ യു ഡോണ്ട് ഗെറ്റ് F1 ജനറേഷൻ റെഡ്, യു ഗെറ്റ് പിങ്ക്. കാരണം റെഡ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻറ്റ് ഓവർ വൈറ്റ് ആൻഡ് ദെയർ ബൈ നമുക്ക് F2 ജനറേഷനിൽ 1:2:1 ആണ് ഇവിടുത്തെ ഫിനോട്ടിഫിക്കും ജീനോട്ടിഫിക്കും റേഷ്യോ. Now that is incomplete dominance. Then you have മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുമ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എല്ലാത്തിലും 2 അലീലാണ് പറയുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ദ ഹൈറ്റ് ഓഫ് എ പീ പ്ലാന്റ്, ക്യാപിറ്റൽ T സ്മോൾ t. എന്നാൽ ബ്ലഡ് ഗ്രൂപ്പ് ABO എടുത്താൽ യു ഹാവ് 3 അലീൽസ്, IA, IB, സ്മോൾ i. IA A എന്ന ഷുഗർ RBCയിൽ ഉണ്ടാക്കും, IB B ഉണ്ടാക്കും, സ്മോൾ i ഒരു ഷുഗറും ഉണ്ടാക്കില്ല. പക്ഷെ 3 അലീൽസ് ഉണ്ട്. പക്ഷെ ഇത് പോപ്പുലേഷനിലേ കാണാൻ പറ്റൂ, ഒരു മനുഷ്യനിൽ 2 അലീലേ കാണാൻ പറ്റുള്ളൂ. And there itself there is in ABO blood group AB blood group which show codominance. Codominance എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ PB ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ RBCയുടെ സർഫസിൽ A ഷുഗറും ഉണ്ട് B ഷുഗറും ഉണ്ട്. എന്ന് പറഞ്ഞാൽ IA ജീനും IB ജീനും ഈക്വലി എക്സ്പ്രസ് ചെയ്യുന്നു. And that is called as codominance. And next is pleiotropic genes. അപ്പോൾ പ്ലിയോട്രോഫി പോളിജനിക് ഇൻഹെറിറ്റൻസ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിഞ്ഞു പോകുന്നത്. എന്താ വ്യത്യാസം? പോളിജനിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീന് ഒരു ക്യാരക്ടർ, ഒരുപാട് ജീൻ പോളിജീൻ. വേറെ പ്ലിയോട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു ജീൻ മോർ ദാൻ 1 ക്യാരക്ടർ. നമുക്കിവിടെ 2 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ബി ജീൻ. അത് സീഡ് ഷേപ്പിനെയും സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ സൈസിനെയും ഡിറ്റർമിൻ ചെയ്യുന്ന ജീനാണ് ഇൻ പീ പ്ലാന്റ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ക്യാപിറ്റൽ ബി എന്ന് കൊടുത്താൽ സ്റ്റാർച്ച് സൈസ് ലാർജ് ആയിരിക്കും, സീഡ് ഷേപ്പ് റൗണ്ട് ആയിരിക്കും. ക്യാപിറ്റൽ B സ്മോൾ b എന്ന് കൊടുത്താൽ റൗണ്ട് സീഡ് ആയിരിക്കും, ദാറ്റ് മീൻസ് ഡോമിനൻസ് ആണ് കാണിക്കുക. പക്ഷേ ഇൻ്റർമീഡിയറ്റ് സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും, മീൻസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇൻ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ്. ഇനി സ്മോൾ ബി സ്മോൾ സൈസ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഗ്രെയിൻ ആയിരിക്കും, റിങ്കിൾഡ് സീഡ് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 2 ക്യാരക്ടറാണ് ബി ജീനെ കൺട്രോൾ ചെയ്യുക. ഇതുപോലെയാണ് അനദർ എക്സാമ്പിൾ ഈസ് ഫിനാൽ കീറ്റോന്യൂറിയയിൽ മെന്റൽ റിട്ടാർഡേഷനും സ്കിൻ ഡീപിഗ്മെന്റേഷനും ഉണ്ടാവും, ബിക്കോസ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം ഈസ് മ്യൂട്ടേറ്റഡ്. ഇനി അടുത്തതാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോർ ദാൻ 1 ജീൻ, എ സിംഗിൾ ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ സ്കിൻ കളർ എടുക്കുകയാണെങ്കിൽ ABC ജീനാണ് എന്ത് ചെയ്യുക, സ്കിൻ കളറിന് കാരണം. അങ്ങനെ 5 ജീൻസ് ചേർന്നാണ് ഹ്യൂമൻ ഹൈറ്റ്, ഹ്യൂമൻ ഇൻ്റലിജൻസിന് മോർ ദാൻ 5 ജീൻസ് ആണ് വരിക. ഈ പോളിജനിക് ഇൻഹെറിറ്റൻസിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ സ്കിൻ കളർ എൻവയോൺമെൻറ്റ്, വെയിലടിച്ച ടാൻ അടിക്കുന്ന പോലെ എൻവയോൺമെൻറ്റിനും ഈ ഫാക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വലിയ ഗ്രേഡിയൻറ്റിൽ കാണാൻ പറ്റും. ഒരിക്കലും നമുക്ക് 2 ഫെയർ ആയിട്ടുള്ള ആൾക്കാരെ ലൈക്ക് വിച്ച് ഇസ് ബ്രൈറ്റ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ സ്കിൻ ടോൺ ഡിഫർ ചെയ്യും, ദാറ്റ് മീൻസ് യു ക്യാൻ സീ ഇറ്റ് ഇൻ എ ഗ്രേഡിയൻറ്റ്. നൗ ദാറ്റ് ആർ ഓൾ മെൻഡേലിയൻ ഡീവിയേഷൻ. നമ്മൾ മെൻഡേലിയൻ ഡീവിയേഷനിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോൺ മെൻഡേലിയൻ ക്യാരക്ടർ എന്ന് നമുക്കറിയാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീലിസം, പ്ലിയോട്രോഫിക് ജീൻസ് ആൻഡ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. ആക്ച്വലി മെൻഡലിൻ്റെ
തിയറീസ് അങ്ങനെ മെൻ്റൽ അദ്ദേഹത്തിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത ശേഷവും 35 ഇയേഴ്സ് ഡോമൻ്റ് ആയിരുന്നു. അതിനുശേഷം 1900 അതിനെ റീഡിസ്കവർ ചെയ്യുന്നത്. ഈ റീഡിസ്കവറിയുടെ സമയത്ത് അറ്റ് ദ സെയിം ടൈം വാട്ടർ സെർട്ടനും തിയോഡോർ ബൊവേറിയും എന്ത് ചെയ്തു? അവർ രണ്ടുപേരും പറഞ്ഞു chromosomes behave similar to gene and that is chromosomal theory of inheritance. നമുക്കറിയാം ക്രോമസോം ഒരു പെയറാണ്, ഹോമോലോഗസ് ക്രോമസോം. ജീൻ ഓൾസോ പെയർ, അതിലെ സിംഗിൾ യൂണിറ്റ് ആണ് അലീൽ. അലീൽസ് സെപ്പറേറ്റ് ചെയ്യും ഗാമേറ്റ് ഫോർമേഷൻ, അതുപോലെ ഹോമോലോഗസ് ക്രോമസോംസും സെപ്പറേറ്റ് ചെയ്യും ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ. ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ചെയ്യാൻ ഹോമോലോഗസ് ക്രോമസോംസിനും കഴിവുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിൽ പറഞ്ഞ പോലെ അലീൽസിനും ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ഒരു ലാസ്റ്റ് പോയിന്റിനെ തിയറട്ടിക്കലി പഠിക്കാൻ അല്ലെങ്കിൽ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചതാണ് TH മോർഗൻ. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി എടുത്തത് ഡ്രോസോഫില്ല മെലനോഗാസ്റ്ററിനെയാണ്. ആൻഡ് വൈ? ബിക്കോസ് സിംഗിൾ മേറ്റിങ്ങിൽ ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് സിമ്പിൾ സിന്തറ്റിക് മീഡിയത്തിൽ വളർത്താൻ പറ്റും. ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിലിന് ഡിസ്റ്റിങ്ക്വിഷബിൾ ലോ പവർ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്ന ഡിസ്റ്റിങ്ക്വിഷബിൾ ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ അദ്ദേഹം ക്രോമസോമൽ തിയറീനെ ഒന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റിനെയാണ് സ്പെസിഫിക്കലി ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി 2 ക്യാരക്ടേഴ്സിനെ എടുത്ത് ക്രോസ് ചെയ്യാണ്. ക്രോസ് ചെയ്യിൽ അദ്ദേഹം ബോഡി കളറിനെയും ഐ കളറിനെയും ക്രോസ് ചെയ്യുന്നു. സോ യു ഹാവ് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ ക്രോസ്ഡ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നോർമലി 9:3:3:1 എന്ന റേഷ്യോയിൽ പാരൻ്റൽ 6/16 പാരൻ്റൽ 10/16 റീകോമിനൻ്റ് 6/16 കിട്ടാനുള്ളതാണ്. പക്ഷെ ഇവിടെ പാരൻ്റൽ കൂടുതൽ, റീകോമിനൻ്റ് കുറവ്. അതെന്താ, എൻ്റെ തിയറി തെറ്റിയതാണോ എന്ന് അറിയാൻ വേണ്ടി ക്രോസ് ബി നടത്തി. വേറെ 2 ക്യാരക്ടർ എടുത്തു. ഇവിടെ ഐ കളറും വിങ് സൈസും അതുപോലെ വിങ് സൈസും എടുത്തു. ഇപ്പോൾ വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ് ഫീമെയിലിന്, റെഡ് ഐഡ് ലാർജ് വിങ് മെയിലുമായിട്ട് ക്രോസ് ചെയ്തപ്പോൾ പാരൻ്റിൽ കൂടി 62.8 ആയി, റീകോമിനൻ്റ് 37.2 ആയി. അപ്പം അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു ഒരു ക്രോമസോമിൽ 2 ജീനുകൾ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അവരൊരു ഫിസിക്കൽ അസോസിയേഷൻ കാണിക്കും. ഇപ്പോൾ ഒരു ബെഞ്ചിൽ അടുത്തടുത്തിരിക്കുന്ന പിള്ളേർ പോലെ എപ്പോഴും ഒന്നിച്ച് പോകാനൊരു ടെൻഡൻസി. ആൻഡ് ദേ നെവർ മിക്സ് വിത്ത്, അവർ വേറുള്ള കുട്ടികളുമായിട്ട് കമ്പനി കൂടാൻ വലിയ ബുദ്ധിമുട്ടാണ്. സോ വി ക്യാൻ സേ എയും ബിയും അടുത്തടുത്താണെങ്കിൽ ദേ ഡോണ്ട് റീകമ്പൈൻ വിത്ത് സി. വേറെ എയും സിയും ദൂരെ ആയതുകൊണ്ട് അവർ വേറെ ആൾക്കാരുടെ അടുത്ത് കൂട്ടുകൂടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ നമുക്ക് പറയാം ഫിസിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് കോൾഡ് എസ് ലിങ്കേജ്. ലിങ്കേജ് കൂടുതലാണ് എങ്കിൽ റീകോമ്പിനേഷൻ കുറവായിരിക്കും. ആൻഡ് ഡിസ്റ്റൻസ് കൂടുന്തോറും ലിങ്കേജ് കുറയും, റീകോമ്പിനേഷൻ കൂടും. അതിനെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മളുടെ ജീൻ മാപ്പിംഗ്. സ്റ്റുട്ടിവെന്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ജീൻ മാപ്പിംഗ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയാം ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ജീൻ. ഓക്കെ, ആൻഡ് ദെൻ യു ക്യാൻ ഡു വൺ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട് ക്രോമസോമൽ തിയറിയിൽ നിന്ന്. അതുപോലെ തന്നെ TH മോർഗൻ എക്സ്പെരിമെൻറ്റിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു ദ മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പോൾ അടുത്ത ഏരിയ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. വേരിയസ് ടൈപ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഗ്രാസ്ഹോപ്പർ. ഇവിടെ മെയിൽസിന് 1 X ക്രോമസോമേ ഉള്ളൂ, ഫീമെയിലിന് 2 X ക്രോമസോം ഉണ്ട്. അപ്പോൾ ഫീമെയിലിൻ്റെ ക്രോമസോം നമ്പർ കൂടുതലാണ്, ഓട്ടോസോം പ്ലസ് XX ആണ്. മെയിലിന് 1 X ക്രോമസോമേ ഉള്ളൂ. സോ മെയിലിൻ്റെ എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ തന്നെ കുറവാണ്. 50% ഓഫ് ദി സ്പേമിൽ ഒരു സെക്സ് ക്രോമസോമും കാണില്ല, ഉള്ളി ഓട്ടോസോംസേ കാണുള്ളൂ. ആൻഡ് ഹിയർ ഫീമെയിൽ ഇസ് ദിസ്, മെയിൽ ഇസ് ദിസ്. മെയിൽ ഹെട്രോഗാമെറ്റിക് ആണ്, ഫീമെയിൽ ഹോമോഗാമെറ്റിക് ആണ്. ഹെട്രോഗാമെറ്റിക് ആണ് എപ്പോഴും സെക്സ് ഡിറ്റർമിൻ ചെയ്യും. ഇനി XY സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഹ്യൂമൻസിനും ഡ്രോസോഫില്ലയിലും. ഇവർ രണ്ടുപേരും XY മെയിലാണ്, XX ഫീമെയിലാണ്. ക്രോമസോം നമ്പർ മെയിലിനും ഫീമെയിലിനും സെയിം ആണ്. ZW സെക്സ് ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ ഹെന്നിൽ കാണുക. ZZ എന്ന് പറയുന്നത് ഇവിടെ മെയിലാണ്. ZW ഹെട്രോസൈഗോട്ട് ഫീമെയിലാണ്. അപ്പോൾ ഫീമെയിലാണ് ഇവിടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. ആൻഡ് ഹാപ്ലോഡിപ്ലോയിഡിക് സെക്സ് ഡിറ്റർമിനേഷൻ അപ്പിസിൻറ്റിക്കയിലാണ് കാണുക. ഇവിടെ ഹാപ്ലോയിഡ് ആയിട്ട് നമ്മൾ കാണുന്നത് മെയിലാണ്, ഡിപ്ലോയിഡ് ആയിട്ട് കാണുന്നത് ഫീമെയിലാണ്. Okay, so now you can do this question from sex determination part and let's move on.
ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ജനറ്റിക് ഡിസോർഡേഴ്സിലേക്കും പെഡിഗ്രി അനാലിസിസിലേക്കുമാണ്. പെഡിഗ്രിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾ പെഡിഗ്രിയിലുള്ള സിമ്പിൾസ് പഠിക്കണം. പെഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയിൽ നിന്ന് ജനറ്റിക് ഡിസോർഡേഴ്സ് എല്ലാ ജീനുകളും പാരൻസിൽ നിന്ന് പ്രോജനിയിലേക്ക് ജീനുകൾ ട്രാൻസ്ഫർ ചെയ്യും. ഈ ജീൻ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്ത് വന്നിരിക്കുന്നത്? എല്ലാ ജീനും ഇപ്പോൾ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കേളി ഹെയർ കിട്ടിയപ്പോൾ എൻ്റെ ചേച്ചിക്ക് സ്ട്രെയിറ്റ് ഹെയറാണ് കിട്ടിയത്. അപ്പോൾ അതെൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയാണ്. സോ ഹൗ ദ ജീൻസ് ട്രാൻസ്ഫർ ഫ്രം പാരൻസ് ടു പ്രോജനി, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചാർട്ടാണ്, ഫാമിലി ട്രീ ആണ് പെഡിഗ്രി. ഇതിൽ മെയിലിനെ സ്ക്വയറായി റെപ്രസെൻറ്റ് ചെയ്യും, ഫീമെയിൽ റൗണ്ട്. സോ ദിസ് ഇസ് സെക്സ് അൺസ്പെസിഫൈഡ്. ഇഫ് യു മാർക്ക് ഇറ്റ് ഓൾ വിത്ത് എ ഷെയ്ഡ്, അതിനർത്ഥം അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണെന്നാണ്. ദിസ് ഇസ് മേറ്റിംഗ്, ഇത് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ഉള്ള മേറ്റിംഗ് ആണ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഇൻഡിക്കേറ്റിംഗ് പ്രോജനീസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ജീൻ ട്രാൻസ്ഫർ. അപ്പോൾ ശരിക്കും ജനറ്റിക് ഡിസോർഡേഴ്സിനെ നമ്മൾ 2 തരത്തിൽ അങ്ങ് ക്ലാസിഫൈ ചെയ്യും. മെൻഡേലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ജീൻ മ്യൂട്ടേഷൻ ഡിസോർഡേഴ്സ് ആണ് മെൻഡേലിയൻ ഡിസോർഡർ. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ക്രോമസോം നമ്പർ അടിപടല് സെറ്റായി കൂടുന്ന പോളിപ്ലോയിഡി ആവാം, അല്ലെങ്കിൽ 1-2 ക്രോമസോം കൂടുന്ന അനീപ്ലോയിഡി ആവാം. ഇത് ഒരു ജീനിൻ്റെ ഡിഫക്റ്റ് അല്ല, ഒരു ജീനിൻ്റെ മ്യൂട്ടേഷൻ അല്ല, ക്രോമസോം നമ്പർ തന്നെ കൂടിയോ കുറഞ്ഞോ വരികയാണ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആണ് പെഡിഗ്രി വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്, വിച്ച് ഇസ് ക്ലാസിഫൈഡ് ഇൻ ഓട്ടോസോമൽ സെക്സ് ലിങ്ക്. എന്ന് പറഞ്ഞാൽ ജീൻ ഇൻ ഓട്ടോസോമൽ ക്രോമസോമിലാണ് പ്രശ്നമെങ്കിൽ ഓട്ടോസോമൽ ഡിസോർഡർ, ജീൻ എക്സ് ക്രോമസോമിലാണ് പ്രശ്നമെങ്കിൽ എക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കും. സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ എക്സിലോ വൈലോ ആവാം, അതിൽ എക്സ് ലിങ്ക്ഡ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓട്ടോസോമിൽ തന്നെ വി ഹാവ് ഡോമിനന്റ് ഡിസീസസ്, റിസസീവ് ഡിസീസസ്. സെക്സ് ലിങ്കിലും ഡോമിനന്റ് റിസസീവ് ഉണ്ട്. പക്ഷെ നമുക്ക് ആസ് പെർ NCERT ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയി മയോട്ടോണിക് ഡിസ്ട്രോഫി പഠിക്കാനുണ്ട്. എക്സാമ്പിളായി ഓട്ടോസോമൽ റിസസീവിൽ എക്സ്പ്ലനേഷനോടുകൂടി നമുക്ക് സിക്കിൾ സെൽ അനീമിയ, ഫിനാൽ കീറ്റോന്യൂറിയ, താലസീമിയ. ആൻഡ് എക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറയുന്നതാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇല്ല. ഇനി ഓട്ടോസോമൽ റിസസീവ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ ശരിക്കും ഒരു പോയിന്റ് മ്യൂട്ടേഷൻ ആണ്. GAG GUG ആവുമ്പോൾ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ചെയിനിൽ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരും. അപ്പോൾ എന്ത് പറ്റും? ഇതൊരു ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ ആണ്, ക്വാളിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ കൊള്ളില്ല. അപ്പോൾ ഓക്സിജൻ പ്രഷർ കുറയുമ്പോൾ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിൻ എല്ലാം കൂടെ എന്ത് ചെയ്യും? ക്ലബ് ചെയ്തിട്ട് സിക്കിൾ ഷേപ്ഡ് RBC ആവും. ദാറ്റ് ഇസ് സിക്കിൾ സെൽ അനീമിയ. ഇനി താലസീമിയ ഒരു അനീമിയാണ്, പക്ഷേ ഇവിടെ ബീറ്റ ചെയിൻ്റെ ആൽഫ ചെയിൻ്റെ എണ്ണമാണ് കുറയുന്നത്, ക്വാണ്ടിറ്റിക്കാണ് പ്രശ്നം വരിക. ഇപ്പോൾ ആൽഫ താലസീമിയ HbA1 HbA2 എന്ന് പറയുന്ന 2 ജീൻസ് ഇൻ ക്രോമസോംസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ആണ്. ദാറ്റ് ഈസ് പ്രസൻറ്റ് ഓൺ ക്രോമസോം 16. വെറസ് ക്രോമസോം 11 HbB ജീനിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് വഴിയാണ് ബീറ്റ താലസീമിയ ഉണ്ടാവുന്നത്. ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഹീമോഗ്ലോബിനാണ് കുറയുക. ആൻഡ് ഫിനൈൽ കീറ്റോന്യൂറിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് എ കണ്ടീഷൻ വേർ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം എഫക്റ്റഡ് ആവും. സോ ഫിനൈൽ അലാനിന് തൈറോസിൻ ആവാൻ പറ്റില്ല, തൈറോസിന് മെലാനിൻ ആവാൻ പറ്റില്ല. അപ്പോൾ സ്കിൻ ഡീപിഗ്മെൻറ്റഡ് ആയിരിക്കും. ആൻഡ് ഫിനൈൽ അലാനിൻ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും? ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്ത് ഫിനൈൽ പൈറുവിക് ആസിഡ് ആവും, വിച്ച് കോസസ് മെൻ്റൽ റിട്ടാർഡേഷൻ. നൗ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സ് നമുക്ക് 2 പേരാണ് പഠിക്കാനുള്ളത്, ഹിമോഫീലിയയും കളർ ബ്ലൈൻഡ്നെസ്സും. ഹിമോഫീലിയനെ ക്യൂൻസ് ഡിസീസ്, വിക്ടോറിയൻ ഡിസീസ് എന്നൊക്കെ പറയും, കാരണം വിക്ടോറിയ ക്യൂൻ്റെ ഫാമിലിയിൽ റൺ ചെയ്ത ഒരു അസുഖമാണ്. എക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മെയിൽ അഫക്റ്റഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കമ്പയർ ടു ഫീമെയിൽ അഫക്റ്റഡ് ഭയങ്കര റെയർ ആണ്. കാരണം ഹിമോഫീലിയ ഒരു ബ്ലീഡിങ് ഡിസോർഡർ ആണ്, ക്ലോട്ടിങ് ഫാക്ടർ ആണ് അഫക്റ്റഡ് ആവുക. അപ്പോൾ ഒരു ഫീമെയിൽ എഫക്റ്റഡ് ആവണമെങ്കിൽ ഫീമെയിൽ കാരിയർ ആയിരിക്കണം അമ്മ, മെയിൽ എഫക്റ്റഡ് അച്ഛനായിരിക്കണം. പക്ഷെ അച്ഛനാവുന്ന പ്രായം വരെ ഒരു എഫക്റ്റഡ് മെയിൽ ജീവിക്കാനുള്ള ചാൻസ് കുറവായതുകൊണ്ടാണ് ഹിമോഫീലിക് ഫീമെയിൽസ് ഭയങ്കര റെയർ ആവുന്നത്. വേറെ കളർ ബ്ലൈൻഡ്നെസ് ആക്ച്വലി അങ്ങനെ ഒരു അത്ര ഡേഞ്ചറസ് ഡിസീസ് അല്ലെന്ന് പറയാം. കാരണം കളർ കാണാൻ പറ്റില്ല, റെഡ് ആൻഡ് ഗ്രീൻ കളേഴ്സിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ മിക്സ്ചർ കളേഴ്സിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എഗെയിൻ മെയിൽസ് എഫക്റ്റഡ് ആവാനുള്ള ചാൻസ് 8% ആണ്, ഫീമെയിൽസ് 0.4% ചാൻസ് ഉള്ളൂ എഫക്റ്റഡ് ആവാൻ. ബട്ട് ഈവൻ ഫീമെയിൽസ് എഫക്റ്റഡ് ആവും, കാരണം അഫക്റ്റഡ് മെയിലിന്, ഒരു കാരിയർ ഫീമെയിലിന് ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ ചൈൽഡ് ഉണ്ടാവും. ഇവിടെ അഫക്റ്റഡ് മെയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അവർ ഡെഡൊന്നും ആവത്തില്ലല്ലോ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡേഞ്ചറസ് ഡിസീസ്. അങ്ങനെ 2 എക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ ക്രോമസോമൽ ഡിസോർഡേഴ്സിലേക്ക് കിടക്കുമ്പോൾ അനീപ്ലോയിഡി, പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ക്രോമസോംസ് തന്നെ എന്താവും 3n 4n എന്നുള്ള രീതിയിലൊക്കെ കൂടും. ഇതിന് കാരണം നമ്മുടെ ടിലോഫേസ് കഴിഞ്ഞ് ക്രോമസോം സെറ്റ് ഡബിൾ ആയിരിക്കുന്ന സമയത്ത് സൈറ്റോകൈനസിസ്, സെൽ ഡിവിഷൻ നടക്കുന്നില്ല.
വേറെ അനീപ്ലോയിഡി ഉണ്ടാവാൻ കാരണം നമ്മുടെ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവുന്ന ഡിസ്ജങ്ഷൻ നടക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ഡിസ്ജങ്ഷൻ ആവാത്തപ്പോഴാണ് അനീപ്ലോയിഡി ഉണ്ടാവുക. യു ഹാവ് 3 കണ്ടീഷൻസ് ഹിയർ. ഡൗൺ സിൻഡ്രോം 21st ട്രൈസോമി എന്ന് പറയും. 21st ക്രോമസോംസിൻ്റെ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നു, ഒരെണ്ണം കൂടുന്നു. ഇവിടെയാണ് നമുക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ, ഫിസിക്കൽ, സൈക്കോമോട്ടോർ ഡെവലപ്മെൻറ്റ് ഇമ്പയർഡ് ആവുക. ലൈൻ ഫിൽറ്റർ സിൻഡ്രത്തിൽ XXY ആയിട്ടുള്ളൊരു മെയിലാണ്, ഗൈനക്കോമാസ്റ്റിയുള്ള ഫെമിനിയൻ ആയിട്ടുള്ളൊരു മെയിൻ ആയിരിക്കും. ആൻഡ് ടേണർ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫീമെയിൽ ആണ് വിത്ത് എ ലാക്ക് ഓഫ് എക്സ് ക്രോമസോം. അപ്പോൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഫീമെയിൽ ആണ് ഒരു ടേണർ സിൻഡ്രത്തിലെ ഫീമെയിൽ. സോ ഇത്രയും പറയുമ്പോൾ ദ ഹോൾ ബിഗ് ചാപ്റ്റർ ഈസ് കംപ്ലീറ്റഡ്. നൗ യു ക്യാൻ ട്രൈ ഡൂയിങ് ദിസ് പെഡിഗ്രി ചാർട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈവൻ യു ക്യാൻ റെഫർ ഇറ്റ് ഫ്രം അവർ മാരത്തോൺ. Also, this is a question that you can do over here. Both parents are carriers of sickle cell anemia. സാധാരണ നമുക്ക് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ ട്രൈ ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. അപ്പോൾ എല്ലാവരും ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യുക. ആൻഡ് ദാറ്റ് കംപ്ലീറ്റ്സ് അവർ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അപ്പോൾ മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും കാണാം. താങ്ക് യു.